ഭൈരവ മീഡിയസിലേക്ക് അവർക്കും സ്വാഗതം. വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പൊതുവിൽ ഈ ഒരു സമയത്ത് ഒരു തർക്ക മനോഭാവമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും, അതായത് ഏപ്രിൽ 2 മുതൽ മെയ് 15 തീയതി വരെ ഒരല്പം അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും 12 രാശിക്കാർക്കും ഇത്തരം ഒരു പ്രഭാവം തന്നെയാണ്. കാരണം ചൊവ്വയും ബുധനും പാതകമായി നിൽക്കുന്ന ഒരു സമയമാണ്. അക്രമത്തിൻ്റെ സ്വകാരകത്വം ചൊവ്വയ്ക്കും, അതുപോലെ നമ്മുടെ പറയുന്ന സത്യങ്ങളൊക്കെയും കള്ളത്തരമാണെന്ന് പറയുന്ന സാഹചര്യത്തെ ഉണ്ടാക്കി തരുന്ന ബുധനും ഇപ്പോൾ നമുക്ക് അനുകൂലമല്ല. അത് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ മെയ് മാസം 15 തീയതി വരെ കണക്കാക്കിയാൽ മതി. ശേഷം ജൂൺ മാസം 2 തീയതിക്ക് വരുന്ന ഈ വ്യാഴത്തിൻ്റെ മാറ്റമാണ് നമുക്ക് ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്നത്. 12 രാശിക്കാർക്കും ഇതേ ഒരു ഫലം തന്നെയാണ്. വ്യാഴത്തിൻ്റെതായ മാറ്റത്തെ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്ത്രിയെന്നോ മന്ത്രിയെന്നോ പൂജാരിയെന്നോ അല്ലെങ്കിൽ മാന്ത്രികനെന്നോ സാധാരണക്കാരെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല. എവിടെയും എല്ലായിടത്തും പ്രശ്നങ്ങളായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും, സഹസ്ര കോടികൾ വരെ പ്രശ്നമായി നിൽക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ മാറ്റം തന്നെയാണ് അനുകൂലമായി കൊടുക്കേണ്ടത്. ഒരു രൂപയ്ക്ക് പോലും വഴിയില്ലാതെ ഇപ്പോൾ കഷ്ടപ്പെടുന്നവർക്കും വ്യാഴം തന്നെയാണ് അനുകൂലത്തെ നൽകേണ്ടത്. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുമ്പോൾ മിഥുനം രാശിക്കുള്ളിലിരിക്കുന്ന വ്യാഴം പാതകമായ നിലയ്ക്കാണ്. അപ്പോൾ ഈ പാതകമായ നിലയ്ക്കിരിക്കുന്ന ദൈവം നമുക്കൊന്നും ചെയ്യില്ല. അത് വായും കൈയും കെട്ടിയിട്ട ദൈവത്തിന് നമുക്കൊന്നും ചെയ്തു തരാനായിട്ട് കഴിയില്ല. സാധാരണക്കാരൻ ചെന്ന് സങ്കടങ്ങളെ പറയുന്നത് ദൈവത്തോടാണെങ്കിലും ആ ദൈവത്തിനൊന്നും ചെയ്തു തരാൻ പറ്റാത്ത സാഹചര്യത്തെയാണ് വ്യാഴം കണക്കാക്കി തരുന്നത്. തീർച്ചയായിട്ടും കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം പരിപൂർണമായ ഒരു ബലത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അത്രത്തോളം ആക്ടിവേഷൻ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഭദ്രകാളിയുടേതായ ആ ഒരു പവർ എന്ന് വേണമെങ്കിൽ പറയാം. ഉഗ്ര താണ്ഡവമാടിയ പരമശിവൻ്റേതായ ആ ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. പരിപൂർണമായ ബലത്തോടു കൂടിയാണ് വരുന്നത്. അതായത് ഇത്രയും കാലം മറ്റുള്ളവർക്ക്, അതായത് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ഒക്കെ തന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയുള്ള ആ ഒരു വരവ് 100% അവരുടെ ആഗ്രഹങ്ങളുടേതായ നിവൃത്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാശിക്കുള്ളിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത്. വൃശ്ചികം രാശിക്കുള്ളിൽ അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനമായിട്ടാണ് വ്യാഴം ദൃഷ്ടി അവിടെ പതിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ ജന്മ രാശി അല്ലെങ്കിൽ ലഗ്നത്തിനുള്ളിൽ അതിൻ്റേതായ പ്രഭാവം ഉണ്ടാകും. അപ്പോൾ പൂർവ്വപുണ്യത്തിൻ്റെതായ സ്ഥാനം, പൂർവ്വപുണ്യത്തിൽ ചെയ്ത പാപങ്ങളുടേതായ കർമ്മങ്ങളൊക്കെ മാറ്റി അവിടെ പൂർവ്വപുണ്യാധിപതി ആക്ടിവേഷൻ ആകുന്ന ഒരു സാഹചര്യം 100% ഈ രാശിക്കുണ്ട്. അപ്പോൾ മുരുകൻ്റേതായ ആശീർവാദമൊക്കെയും ഇവിടെ വരും. ശ്രീ മുരുകൻ്റേതായ ആശീർവാദമൊക്കെയും ഈ രാശിക്കാർക്ക് വന്നു ചേരും. അഗ്രസീവായി പ്രവർത്തിച്ചിട്ട് അപമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങൾക്കുള്ള ആ നന്മ വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ാം ഭാവമായിട്ട് പതിക്കുന്നത് ഇവിടെ മകരം രാശികളാണ്. അതായത് നിങ്ങളുടെ പ്രയത്നങ്ങളുടേതായ ഭാവം. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള അധ്വാനത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയാലും ശരി 100% അത് വർക്കൗട്ട് ആകും. ഇത് തൊഴിലുകളായിരുന്നാലും ശരി, സ്വന്തം ബിസിനസ് ആയിരുന്നെങ്കിലും ശരി, ഓഫീസ് സംബന്ധപ്പെട്ട രീതിയിലുള്ള പ്രോജക്റ്റ് ചെയ്തു കൊടുത്താലും ശരി, അതൊക്കെ തന്നെ 100% ആക്ടിവേഷൻ ആകുന്ന സാഹചര്യം. പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്കത് ഈ വരുന്ന 2027 ജൂൺ മാസത്തിനുള്ളിൽ അത് ലഭിച്ചിരിക്കുകയും ചെയ്യും. അത് സംശയമൊന്നും വേണ്ട, നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. പ്രൊമോഷൻ എന്തായാലും നിങ്ങൾക്കുണ്ടാകും. വിദേശ രാജ്യത്തൊക്കെ തന്നെ ഇപ്പോൾ നിരവധി പേർക്ക് തൊഴിലൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പരിശ്രമിച്ചാൽ അവർക്കൊക്കെ ഈ വൃശ്ചികം രാശിക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം 100%. ജൂൺ 2 തീയതിക്ക് ശേഷം എടുക്കുന്ന എല്ലാ എഫർട്ടുകളും പ്രൊമോഷനോടുകൂടിയുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുക. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. ഈ പറയുന്ന ഭൈരവ മീഡിയസിൽ പറയുന്ന ഈ കാര്യങ്ങൾ സത്യമായിട്ട് തന്നെയായിരിക്കും ഫലിക്കുക. ഇത് പ്രവചനമൊന്നുമല്ല. വ്യാഴം ദൈവത്തിൻ്റെതായ ആ ഒരു ചിന്തയാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് ഒരു നന്മ ഉണ്ടാകുമെങ്കിൽ അത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റേതായ കാര്യങ്ങളൊക്കെയും അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെയും നിറവേറി പോകുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും അതുപോലും ഇല്ലാതിരുന്ന സാഹചര്യങ്ങളും ധാരാളമുണ്ട്. എന്നാൽ ഇനി വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം എനിക്കും ഗുണകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും വരിക. അത് 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. അതിനുവേണ്ടി കൊടുക്കുന്ന പ്രയത്നം എന്തായാലും 100% നിങ്ങളിലേക്ക് തന്നെ എത്തുകയും പണമായി തന്നെ വരും. അതിനായിട്ടുള്ള ആൾക്കാരുമൊക്കെ നിങ്ങൾക്ക് കണക്റ്റഡായി വരും. അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് 9ാം ഭാവമായിട്ട് ഇവിടെ മീനം രാശിക്കുള്ളിലാണ്. അപ്പോൾ മീനം രാശി എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിക്ക് 5ാം ഭാവം, അതായത് പൂർവ്വപുണ്യസ്ഥാനം. വൃശ്ചികം രാശിക്ക് പൂർവ്വപുണ്യസ്ഥാനം. അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യാധിപതിയായിട്ടാണ് ദൃഷ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഭാഗ്യമെന്ന് വെച്ചാൽ ഇതുവരെ മറയ്ക്കപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരും. അതായത് ലഭിക്കില്ല, കിട്ടില്ല, ഉറപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ തന്നെ തേടി വരും. നല്ല കാര്യങ്ങൾ, വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിച്ചിരുന്നവർ
അവർക്ക് അതിൻ്റേതായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. അതുപോലെ ഭാഗ്യം എന്ന് പറയുന്നത് തൊഴിലിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടം വന്നെത്തും. സ്വന്തം തൊഴിലായാലും കൂട്ടുതൊഴിലായാലും ഏത് വിഭാഗത്തിലാണെങ്കിലും ശരി, ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ അനുകൂലമാണ്. ലോട്ടറിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ചിലർക്ക് കിട്ടിയാൽ കിട്ടി എന്ന് മാത്രം. ലോട്ടറി എന്ന് പറയുന്നത് അത് അവനവൻ്റേതായ കൺസെപ്റ്റിനനുസരിച്ച് ഭാഗ്യത്തെ പരീക്ഷണമാണ്. ഇത് പരീക്ഷണമല്ല, സത്യത്തെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എഫർട്ട് 100% തിരിച്ചു വന്നിരിക്കും. നേരത്തെ കിട്ടാതിരുന്ന കാര്യങ്ങൾ നല്ലത് ഇപ്പോൾ കിട്ടും. വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് 100% വിവാഹത്തിൻ്റെതായ കാലമാണ്. സ്ത്രീകൾക്ക് ധാരാളം രീതിയിലുള്ള വിവാഹാലോചനകൾ വരികയും 1 അല്ലെങ്കിൽ 2 സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് അത് ആക്റ്റീവായി വരുന്ന സാഹചര്യം ഇവിടെയുണ്ട്. അതായത് ആദ്യം ഒരു വിവാഹം വന്നിട്ട് പോവുകയും രണ്ടാമത് ഒരു വിവാഹം വരുന്ന അത് കണ്ട് ഉറപ്പിക്കുന്ന സാഹചര്യം 100% ഉണ്ട്. അതും എഴുതി വെച്ചോളൂ. 100% അത് നടക്കും. രണ്ടാം വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും 100% അതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം മീനൻ രാശി മറയ്ക്കപ്പെട്ട രാശി ആയതുകൊണ്ട് തന്നെ രണ്ടാം വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട് വേണം അത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതായത് കോൺ രാശി എന്ന് പറയുമ്പോൾ ഇവിടെ കന്നി രാശിയാണ്. കന്നി രാശിയിൽ വീണ്ടും ഒരു പീരിയഡിൻ്റെ കാര്യങ്ങളൊക്കെയും ചിന്തിക്കാം. വ്യാഴം ആദ്യത്തെ 3 മാസം നല്ലത് പ്രദാനം ചെയ്താലും അടുത്ത 3 മാസക്കാലം നെഗറ്റീവായിരിക്കും, റിട്ടേൺ അടിച്ച് പോകും. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നേടുന്ന നല്ലതൊക്കെയും സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സമ്പത്തുപരമായ രീതിയിലൊരു മുന്നേറ്റമൊക്കെ ലഭിക്കുകയാണെങ്കിൽ നാളത്തേക്കും കൂടി കരുതലായിട്ട് സൂക്ഷിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ അനുകൂലമായാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം നമുക്ക് അതിൻ്റേതായ 30% മാത്രമായിരിക്കും നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയുക. 70% ചിലവാകുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കണ്ടു വേണം മുന്നിലേക്ക് പോകാൻ. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലഘട്ടം നമുക്ക് അനുകൂലമായി വരിക. അതായത് ഇപ്പോൾ ഒരല്പം ലോസ് ആയാൽ അടുത്ത 3 മാസക്കാലം നമുക്ക് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കിട്ടുന്നത് മുഴുവൻ പാഴാക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പൊതുവായിട്ട് വ്യാഴം ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നതിൽ എല്ലാവരോടും ചാടിക്കയറി തർക്കിക്കാനും പ്രശ്നങ്ങൾക്കും ഒന്നും പോകരുത്. എനിക്കറിയാം ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഈ ജോലി പോയാൽ എനിക്ക് പുല്ലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പുല്ലാണെന്ന് വിചാരിച്ചാൽ ദൈവം കൈവിട്ട് പോകുന്ന സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും പലർക്കും തൊഴിലിടങ്ങളിൽ എന്തൊക്കെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിൽ കുടുംബത്തിനുള്ളിൽ എത്ര പേർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ തന്നെ ചില തേർഡ് പാർട്ടി ഇടപെടൽ, അതായത് നല്ലത് എന്ന് പറഞ്ഞ് സഹായഹസ്തമായിട്ട് വന്ന ഇടങ്ങളിൽ ചിലർ മോശമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ വരികയും അവർക്ക് ചില സ്ത്രീകൾക്കൊക്കെ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പുരുഷന്മാർക്കാണെങ്കിലും ശരി, ഇതുപോലെ വന്നു കയറുകയും കുടുംബത്തിനുള്ളിൽ അത് അറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും വന്നു അത് പ്രശ്നമായി. കാര്യം എൻ്റെ മുന്നിൽ ചിലരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ അടിസ്ഥാനത്തിൽ ഞാനത് പറയുന്നു എന്ന് മാത്രം. എന്നെ ഒന്ന് കാണാൻ വരുന്നവർക്കും അതിൻ്റേതായ രീതിക്ക് നേരിൽ വന്ന് കണ്ട് സംസാരിച്ച് ജാതകമൊക്കെ പരിശോധിക്കാം. അത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരണം. നേരിൽ വരണമെങ്കിൽ ഞാൻ അതിൻ്റേതായ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനനുസരിച്ച് വരിക, നമുക്ക് ജാതകങ്ങളൊക്കെ പരിശോധിക്കാം. അപ്പോൾ നിലവിൽ ഈ വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അതായത് ഇവിടെ രാശിക്കുള്ളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന, അപ്പോൾ നമ്മുടെ ഇരിപ്പിടത്തിനുള്ളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നു. അപ്പോൾ അത് അഗ്രസീവായി മാറും. ആ ഒരു പൂർവ്വപുണ്യം അനുകൂലമാവും. 7ാം ഇടം ആയിട്ട് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ സ്ഥാനം വരുന്നു. എന്ത് കാര്യത്തിൽ പ്രയത്നിച്ചാലും ഇനി 100% ഫലമുണ്ടാകും. ചിലർക്ക് ലോട്ടറി ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിൽ തന്നെ ചിലർക്ക് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കരുത്. കാരണം ദൈവത്തെ പരീക്ഷിക്കുന്നത് ഇഷ്ടമല്ല, ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിന് തരണമെന്ന് തോന്നിയാലോ. അതുകൊണ്ട് ഇപ്പോഴും എടുക്കണം. മാസത്തിൽ ഒരെണ്ണം എടുത്ത് പരീക്ഷിക്കാം, പ്രശ്നമൊന്നുമില്ല. അത് വേണമെങ്കിൽ മാത്രം. അതുപോലെ പൂർവ്വപുണ്യസ്ഥാനത്ത് ഇത് പതിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടേതായ പൂർവ്വപുണ്യസ്ഥാനം വ്യാഴത്തിന് 9ാം ഭാവം. അപ്പോൾ 100% പൂർവ്വപുണ്യവും അതുപോലെ ഭാഗ്യവും അനുകൂലമായി വരുന്നു. അതുകൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഇതുവരെ കുടുംബത്തിനുള്ളിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു. തൊഴിലിൽ പരിഹാരമുണ്ടാകുന്നു. കോടതി കേസ് വഴക്കുകളൊക്കെ തീരാനായിട്ട് പോകുന്നു. 2027 ജൂണിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല തീർപ്പുണ്ടാകും. ആദ്യത്തെ 3 മാസം ഫാസ്റ്റും രണ്ടാമത്തെ 3 മാസം ഒരല്പം ഓർഡിനറി ആയിട്ടും അതിൻ്റെ 3 മാസം ഒരല്പം ഫാസ്റ്റായിട്ടും അതിൻ്റെ അടുത്ത മാസം ഒരല്പം ലോക്കലായിട്ടും സഞ്ചരിക്കേണ്ട അതായത് ധനപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, തൊഴിൽപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഒക്കെ ഈ പ്രോസസ്സ് തന്നെ ആയിരിക്കും. ഈ കാലഘട്ടത്തെ അറിഞ്ഞ്, അതായത് ഒരു 60 ഡേയ്സ് മാത്രം കണക്കാക്കി നിങ്ങൾ മുന്നിലേക്ക് പോയാൽ
പിന്നീടുള്ള സമയങ്ങൾ അനുകൂലമായി വരും. നേരത്തെ കിട്ടുന്നതൊക്കെയും ചിലവാക്കിയിരുന്നെങ്കിൽ ഇനി അത് പാടില്ല എന്നാണ് ഞാനത് പറഞ്ഞത്. കിട്ടുന്ന അവസരം നമുക്ക് എല്ലായ്പ്പോഴും ദൈവം തരില്ല. തരുന്ന സമയത്ത് വാങ്ങിക്കൊള്ളണം. ചൊവ്വ അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് കോണകമെടുത്ത് പഴനി ചെന്നിരിക്കാം. സാധാരണ മനുഷ്യന് അത് പറ്റില്ല. അതായത് മുരുകന് കോണം എടുത്തുകൊണ്ട് അവിടെ ചെന്നിരിക്കാം, പഴനി പോയിരിക്കും. സാധാരണക്കാരൻ കോണം എടുത്തുകൊണ്ട് ഒരിടത്തും പോയിരിക്കാൻ പറ്റില്ല. അവന് കല്ലെടുത്തെറിഞ്ഞ് കരിവാരി തേച്ച് വിടുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ല ഫലം ഉണ്ടാകട്ടെ. ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുള്ള, സ്ത്രീകൾക്കായിട്ട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടേതായ ഭാഗ്യ ദേവത അല്ലെങ്കിൽ ഈ നമുക്ക് ഇഷ്ടദേവത എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജന്മ ജാതകത്തിനുള്ളിൽ ശുക്രൻ ഏതൊരു ഭാവത്തിൽ നിൽക്കുന്നുവോ അതിൻ്റെ 11ാം ഭാവമായിട്ട് എടുക്കണം. അവിടെ നിന്നും എണ്ണി 11ാം രാശിയായിട്ട് വരിക. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ധനു രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഇവിടെ 11ാം ഇടമായിട്ട് തുലാം രാശിയായിരിക്കും. അപ്പോൾ തുലാം രാശിക്കുള്ളിലെ നടുവിലെ നക്ഷത്രം, അതായത് പരിപൂർണ നക്ഷത്രം, പൂർണ്ണ നക്ഷത്രമായ ആ ഒരു നക്ഷത്രത്തെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെതായ ദേവത ആര് എന്ന് നോക്കിയാൽ ദുർഗാ ഭഗവതിയാണ്, ആഞ്ജനേയ സ്വാമിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടെത്തലുകളാണ് ധനുരാശിയിൽ ശുക്രൻ നിന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ധനുരാശിയിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതുപോലെ തുലാം രാശിയിലെ നടുവിലെ നക്ഷത്രമായ സ്വാതി നക്ഷത്രത്തിനെ എടുക്കുക. ആ നക്ഷത്രത്തിൻ്റെതായ ദേവതയാണ് നിങ്ങളുടേതായ ഇഷ്ടദേവത. ആ ഒരു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും 100% ഫലം ഇവിടെ ധനു രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റേതായ വ്യക്തികൾക്ക് ഗുണം ചെയ്യും. സ്ത്രീകളുടെ കാര്യമാണ്, പുരുഷൻ്റേതായ കാര്യമല്ല. പുരുഷന്മാരുടേതായ കാര്യങ്ങളും പറയാം. അപ്പോൾ അത് ചൊവ്വ നിൽക്കുന്നതിൻ്റേതായ 11ാം ഭാവത്തെ എടുക്കുക. ആ ചൊവ്വ നിൽക്കുന്നതിൻ്റേതായ 11ാം ഭാവത്തിൽ നിൽക്കുന്ന നടുവിലെ, ആ രാശിക്കുള്ളിലെ നടുവിലെ നക്ഷത്രം ഏതോ ആ നക്ഷത്രത്തിൻ്റെതായ ദേവത അല്ലെങ്കിൽ ദേവനാണ് നിങ്ങളുടേതായ ഇഷ്ടദൈവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കിയാൽ 100% വിജയം ലഭിക്കും. അതായത് ജന്മജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ നേരിൽ വരികയോ വാട്സാപ്പിലൂടെ കേട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമുക്ക് ജാതകം പരിശോധിക്കുക ഒക്കെ ചെയ്യാം. വാട്സാപ്പിലൂടെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക.